ബസന്ത്, എന്താണ് ഹരിയാനയിലെ പ്രാദേശിക മാധ്യമങ്ങൾ പറയുന്നത്? ഈ അതായത് ഇപ്പോഴും കോൺഗ്രസ് തന്നെ വിജയിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് ഈ തെരഞ്ഞെടുപ്പ് പണ്ഡിതരും മറ്റുമൊക്കെ. ഇതൊരു ആദ്യത്തെ ഫലസൂചനയിൽ വരുന്ന ഇളക്കം മാത്രമാണോ? അഭിലാഷ്, സർപ്രൈസിംഗ് ആണ്, വളരെ അമ്പരപ്പിക്കുന്നതാണ്. ഇപ്പോൾ ആദ്യ 2 റൗണ്ട് കഴിയുമ്പോൾ വരുന്ന ഫലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൂചന എന്ന് പറയുന്നത്, BJP 45-ന് മുകളിലേക്ക് പോകുന്നു എന്നുള്ളൊരു സൂചന എന്ന് പറഞ്ഞാൽ അവർ വീണ്ടും അധികാരത്തിൽ വരുമോ എന്നുള്ളൊരു സംശയം വരുന്നുണ്ട്. പക്ഷേ BJP പിടിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ജയിച്ചേക്കില്ല, പക്ഷേ എന്നിട്ട് പോലും ഒരു വലിയ തകർച്ചയിൽ നിന്നും BJP അവരുടെ വോട്ട് ശതമാനവും അതോടൊപ്പം സീറ്റുകളുടെ എണ്ണവും നിലനിർത്തുന്നു എന്നുള്ളത് തന്നെ ഒരു വലിയ വിജയമായിട്ട് വേണം അവർ കണക്കാക്കുന്നത്. പക്ഷേ ഇപ്പോൾ മറ്റൊരു വിവരം അവിടുത്തെ ചില പ്രാദേശിക ചാനലുകളിൽ നിന്നും വരുന്നത്, വിനേഷ് ഫോഗത്ത് 3-ാം സ്ഥാനത്ത് പോയിട്ടുണ്ട് എന്നുള്ളൊരു സംശയം. അത് ഒരുപക്ഷെ ഏതെങ്കിലും ഒരു റൗണ്ടിലെ വോട്ടിങ്ങിൻ്റെ ഭാഗമായിരിക്കാം. 3-ാം സ്ഥാനത്തേക്ക് പോയിട്ടുണ്ട് എന്നുള്ളൊരു സംശയം പറയുന്നുണ്ട്. അത് ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ നിന്ന് മാത്രമേ നമുക്ക് കൃത്യമായി പറയാൻ കഴിയുന്നുള്ളൂ. ഏതായാലും ഇതൊരു സർപ്രൈസിംഗ് ആയിട്ടുള്ള സംഭവമാണ്. വലിയ തോതിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് ആദ്യ റൗണ്ടുകളിൽ കോൺഗ്രസ് മുന്നേറിയിരുന്നു തപാൽ വോട്ടുകളിലൊക്കെ. പക്ഷേ പിന്നീട് BJP മുന്നിലേക്ക് വരുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്, അവിടെ BJP അവരുടെ കോർ വോട്ടർ ബേസായ ആ വോട്ട് പിടിച്ചു നിർത്തിയിരിക്കുന്നു. JJPയും INLDയും ആം ആദ്മി പാർട്ടിയും BJP വിരുദ്ധ വോട്ടുകൾ ചിതറിച്ചിട്ടുണ്ട് എന്നുള്ളൊരു സൂചനയാണ് ഇതിൽ നിന്നും വരുന്നത്. ദുഷ്യന്ത് ചൗട്ടാലയും അതോടൊപ്പം തന്നെ INLDയുടെ പാർട്ടിയും INLDയും ഒക്കെ തന്നെ BJP കോൺഗ്രസിന് അനുകൂലമായി പോകേണ്ട വോട്ടുകൾ എവിടെയൊക്കെയോ ചിതറിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ചില സൂചനകളാണ്. ഏതായാലും ഒരു കാര്യം ഉറപ്പ്, BJP 3-ാം തവണയും അധികാരത്തിൽ വന്നില്ലെങ്കിൽ കൂടി അവരുടെ വോട്ട് ശതമാനം നിലനിർത്താനും അവരുടെ കോർ വോട്ടർ ഗ്രൂപ്പിനെ കൂടെ നിർത്താനും അവർക്ക് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ രണ്ടാമതായിട്ടുള്ളത്, ഈ ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന് പറയുന്ന പ്രചരണം, അത് അവിടെ ഏതെങ്കിലും തരത്തിൽ അനുകൂലമായി BJPക്ക് വന്നിട്ടുണ്ടാവാം. നഗരമേഖലകളിൽ പ്രത്യേകിച്ച് ഗുഡ്ഗാവ്, റെവാറി, സിർസ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ BJP സ്ഥാനാർത്ഥികൾ മുന്നിൽ നിൽക്കുന്നത് അതിൻ്റെ ഒരു സൂചനയാണ്. ഗ്രാമങ്ങളിൽ തന്നെ വലിയ തോതിൽ BJP വിരുദ്ധ വികാരം, ഈ പറയുന്ന വോട്ടുകൾ ചിതറുന്നതിൻ്റെ സാഹചര്യത്തിൽ ചിലപ്പോൾ BJPക്ക് അത് അഡ്വാൻറ്റേജ് ആയിട്ടുണ്ടാവാം. ബൈ ഡീഫോൾട്ട് അവർക്കത് ഗുണം ചെയ്തിട്ടുണ്ടാകാം എന്നുള്ളൊരു സംശയം മാത്രമേ നമുക്കിപ്പോൾ പ്രകടിപ്പിക്കാൻ കഴിയുള്ളൂ. 2 റൗണ്ട് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും നിരവധി റൗണ്ടുകൾ ബാക്കി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കാത്തു നിൽക്കുക. പക്ഷേ ഇത് ഇപ്പോൾ BJP മുന്നിൽ നിൽക്കുന്നു എന്നുള്ളത് തന്നെ ഒരു അമ്പരപ്പിക്കുന്ന ഒരു റിസൾട്ട് തന്നെയാണ്. തീർച്ചയായും അമ്പരപ്പ് ഇനിയും ബാക്കി ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ലീഡ് നില ഇനിയും മാറാം എന്ന് പ്രതീക്ഷിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ കോൺഗ്രസ് ഇത് ഒരിടത്തും ഒരു ഘട്ടത്തിലും പ്രതീക്ഷിച്ചതല്ല. എന്താണ് ഈ സംഭവിക്കുന്നത് എന്നുള്ളത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റിലേക്ക് ഹരിയാന പോവുകയാണ്. ഇപ്പോഴത്തെ നിലയിൽ ഇഞ്ചോടിഞ്ചാണ്. കോൺഗ്രസിന് ഒരു നേരിയ മുൻതൂക്കം. കോൺഗ്രസ് 45, BJP 43 എന്നുള്ളതാണ്. അവിടെ JJPയും INLDയും ഇല്ലാതായിരിക്കുന്നു.